സംസ്ഥാന സമ്മേളന വേദികളിലും തുടർഭരണം ചർച്ചയാക്കുകയാണ് CPM. വികസനം തുടരാൻ സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്നും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു എന്നുമാണ് CPMന്റെ പ്രചാരണം. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിലും സംഘടനാ വിഷയങ്ങൾക്കൊപ്പം കേരള വികസനം ചർച്ചയാകും. പൊതുരാഷ്ട്രീയവും സംഘടനാ വിഷയങ്ങളും ഇഴകീറി പരിശോധിക്കലാണ് CPM സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട. വിമർശനവും സ്വയം വിമർശനവും തിരുത്തലുമെല്ലാം അതിന്റെ ഭാഗമായി വരും. പ്രത്യയശാസ്ത്ര തർക്കവിതർക്കങ്ങളെ മറികടന്ന് CPM സമ്മേളന ചർച്ചകളിലേക്ക് വികസന അജണ്ടകൾ കടന്നുവരികയാണ്. എറണാകുളം സമ്മേളനത്തിലാണ് ഈ മാറ്റത്തിന് CPM തുടക്കമിട്ടത്. നവകേരളത്തിനുള്ള പാർട്ടി കാഴ്ചപ്പാടെന്ന രേഖ പിണറായി വിജയനാണ് എറണാകുളം സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. കൊല്ലത്ത് അതിന് തുടർച്ചയായ നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയും പിണറായി തന്നെ അവതരിപ്പിക്കും. രണ്ടാം ടേം പൂർത്തിയാക്കാൻ പോകുന്ന സർക്കാരിന് ഒരു ടേം കൂടി CPM ഉറപ്പിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ആത്മവിശ്വാസമുണ്ടെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ വികസന തുടർച്ചയും സാധ്യമാകൂ എന്നാണ് പ്രചരണം. ആവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസനം വേണം, പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അതുകൂടി സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. AICCയുടെ സർവേയിൽ പോലും പിണറായി സർക്കാരിന് തുടർച്ച പ്രവചിക്കുന്നുവെന്നാണ് ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ച് CPM നേതാക്കൾ പറയുന്നത്. വാസ്തവത്തിൽ ഇന്നലത്തെ പല പത്രങ്ങളിലും ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും ചില വാരികകൾ തന്നെ കോൺഗ്രസിന്റെ AICC നേതൃത്വം നേരിട്ട് നടപ്പിലാക്കിയ ഒരു രഹസ്യ സർവേ, വളരെ സീരിയസ് ആയ സർവേ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ആ വാർത്തയുടെ കണ്ടിട്ടാണ്. ആ സർവേയിൽ തന്നെ പറയുന്നു, മൂന്നാം തവണയും LDF വരുന്നതിനുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. ഗവൺമെന്റിനെ പറ്റി നല്ല അഭിപ്രായമാണ്, മുന്നണിയെപ്പറ്റി, പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ്. ആ ഒരു അഭിപ്രായം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അങ്ങേയറ്റം വിനീതമായ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചുമതല. വിഭാഗീയതയോ കാര്യമായ സംഘടനാ പ്രശ്നങ്ങളോ പാർട്ടിയിലില്ലെന്ന് CPM അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം സമ്മേളനത്തിന്റെ സമയക്രമത്തിലേറിയ പങ്കും വികസന ചർച്ചകൾക്കായി CPM മാറ്റിവെക്കാനാണ് സാധ്യത. ഭരണ തുടർച്ചയാണ് ലക്ഷ്യം. അതിനുള്ള മന്ത്രവും മുദ്രാവാക്യവുമായി CPM കാണുന്നത് വികസനമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ വിഷയങ്ങൾക്കൊപ്പമോ ഒരുപക്ഷെ അതിനു മുകളിലോ ചർച്ച ചെയ്യാൻ പോകുന്നതും എങ്ങനെ കേരള വികസനം എന്ന കാര്യമാകും. കൊല്ലത്തു നിന്നും അരുൺ പാലൂരിനൊപ്പം VV അരുൺ, News 18.